السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സഹാബത്തിന് മുശ്രിക്കീങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് ആദർശത്തിന്റെ പേരിൽ കഠിനമായ പരീക്ഷണങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ വന്നിട്ടുകൂടി അവർ ഈ പറയുന്ന ആദർശം കൈയൊഴിയാതെ ഇതിൽ അടിയുറച്ച് നിന്നു പോകാൻ അവർക്ക് പ്രേരണയായ കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളൊരു വിശകലനം, ഒരു നിരീക്ഷണം ഷെയ്ഖ് റഹിമഹുല്ല നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് മികച്ചു നിൽക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായുള്ള അറിവിന്റെ ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള അവരുടെ വിശ്വാസം തന്നെ. അള്ളാഹുവിനെക്കുറിച്ച് അവർക്ക് കൃത്യമായി അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള ആ വിശ്വാസം അവർക്ക് ഈ ആദർശത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ അത് വളരെ ശക്തമായ പ്രേരണയായി എന്നുള്ളത്. അള്ളാഹുവിനുള്ള ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പിന്നെ മറ്റുള്ള പ്രബലമായ ചില കാര്യങ്ങൾ, അതിൽപ്പെട്ട ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് എന്തെന്നില്ലാത്ത സ്നേഹവും ബഹുമാന ആദരവും ഉണ്ടായിരുന്നു എന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ മുതുക് ഒടിഞ്ഞാലും, അവരുടെ തല പോയാലും, അവരുടെ കഴുത്ത് മുറിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നഖത്തിനോ ഒരു പോറലേൽക്കാനോ അതല്ലെങ്കിൽ പ്രവാചകന് ഒരു മുള്ളു തറക്കാനോ അവർ ഒരിക്കലും അതിന് അനുവദിച്ചു കൊടുക്കുകയില്ലായിരുന്നു എന്നുള്ളത്. അവർക്ക് എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും, അവർക്ക് എന്ത് തന്നെ യാതനകളും ദുരിതങ്ങളും സഹിക്കേണ്ടി വന്നാലും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള അതിന് മാത്രമുള്ള ഒരു ആകർഷണം, ഒരു ഇഷ്ടം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ നിങ്ങൾ നീയും അതേപോലെ എൻ്റെ പേര് ഇമ്രാൻ, എന്താ പേര്, നിങ്ങൾ ക്ലാസ്സിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ഇവിടെ വന്നിരിക്കണം, അല്ലെങ്കിൽ വയസ്സന്മാരുമാരാണെങ്കിൽ പെരിയ പോയിരിക്കണം, അല്ലെങ്കിൽ ഹരക്കിയിൽ പോയിട്ട് ഖുർആൻ പഠിക്കുന്നിടത്ത് പോയി പഠിക്കും വേണം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള എന്തെന്നില്ലാത്ത ഈ സ്നേഹം, ഈ ഒരു ബന്ധം, അതിന്റെ പേരിൽ അങ്ങനത്തെ ആ ബന്ധങ്ങൾ ഒരുപാടുണ്ട് സഹാബികളുടെ, സ്ത്രീകളുടെ ഭാഗത്ത്, പുരുഷന്മാർക്ക് അതിന് മാത്രമുള്ള ഈ ഒരു സ്നേഹവും ഈ ഒരു ആകർഷണവും ഈ ഒരു ആദരവും ഉണ്ടായിരുന്നു. അതിനൊരു തെളിവ് എന്നോണം അതിൽപ്പെട്ട ഒരു സംഭവം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായയിൽ പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ആത്മമിത്രമായിരുന്ന സഹാബിയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അനുഭവം ഷെയ്ഖ് റഹിമഹുല്ല ഇതിൽ പറയാണ്. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുണ്ടായിരുന്ന മറ്റുള്ള 10-30ഓളം വരുന്ന സഹാബത്ത് അന്നുണ്ടായിരുന്ന ഇസ്ലാമിലേക്ക് വന്ന മുസ്ലിമീങ്ങൾ അവരൊക്കെ കൂടെ മസ്ജിദുൽ ഹറാമിൽ പോയിരിക്കുകയും കൂട്ടായിട്ടിരിക്കാതെ അവിടെയും ഇവിടെയുമായൊക്കെ ഓരോരുത്തരും ഇരുന്ന് ശത്രുക്കളുടെ ആക്രമണം അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാലും പരസ്യമായിട്ട് നമുക്ക് ഈ ദഅവത്ത് മസ്ജിദുൽ ഹറാമിൽ ചെന്നിട്ട് ആളുകളോടൊന്ന് നടത്തുക എന്നുള്ള എന്തെന്നില്ലാത്ത ആദർശത്തിനോടുള്ള അവരുടെ ബഹുമാനം ആദരവും കാരണം അതിനുവേണ്ടി ശ്രമം നടത്തിയതാണ്. അങ്ങനെ അദ്ദേഹം പരസ്യമായിട്ട്, അതുവരെ വളരെ രഹസ്യമായിട്ട് ധൈര്യമായിട്ട് അവർക്ക് പറയാൻ പറ്റാത്ത മസ്ജിദുൽ ഹറാമിൽ ചെന്ന് ഇവരോട് മുശ്രിക്കീങ്ങളുള്ള സദസ്സിൽ തൗഹീദിലേക്കും പ്രവാചകനിലേക്കും ഒരു ദഅവത്ത് നടത്തിയപ്പോൾ മുശ്രിക്കീങ്ങൾക്ക് അത് വലിയ പ്രകോപനമാവുകയും അതികഠിനമായി അദ്ദേഹത്തിനെയും കൂടെയുള്ള ആളുകളെയും അവർ ആക്രമിക്കുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്തു എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് വളുരിബ ലർബൻ ശദീദൻ, കഠിനമായി അദ്ദേഹത്തിന് അടിക്കപ്പെട്ടു. അങ്ങനെ ദനാമിൻ ഉത്ബത്ത് ഇബ്നു റബിയ, മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ പ്രമുഖൻ നാട്ടുമുഖ്യനായ എല്ലാവരുടെയും ആദരണീയനായിരുന്ന ആ മനുഷ്യൻ ഉത്ബത്ത് ഇബ്നു റബിയ വന്നിട്ട് ഫജഅല യദ്രിബുഹു ബിനഅലൈനി മഖ്സൂഫൈൻ, തുന്നലും കാര്യങ്ങളൊക്കെ ഉള്ള അന്ന് അവർ ധരിക്കുന്ന ആ രൂപത്തിലുള്ള 2 ചെരുപ്പ് കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ അടിച്ചു ആ മനുഷ്യൻ. വയഹരിഫുഹുമാ ലിവജ്ഹി, മുഖത്ത് നോക്കി തന്നെ അടിച്ചു. ആ 2 ചെരുപ്പ് കൊണ്ട് തിരിച്ചും മറിച്ചും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ അടിച്ചു. ഇവിടെ വെച്ചിരി നിന്റെ ഈ പുതിയ വാദങ്ങളും കാര്യങ്ങളും പറയേ, അതിന് മാത്രമായോ എന്ന് പറഞ്ഞുകൊണ്ട് വനസ അലാ ബത്നി അബീബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വയറ്റിന് ചവിട്ടി ആ മനുഷ്യൻ, ഉത്ബ മുശ്രിക്ക് ദുഷ്ടനായ ആ മനുഷ്യൻ. ഹത്താ മാ യുഅറഫു വജ്ഹുഹു മിൻ അൻഫിഹി, അടിച്ചിട്ട് മൂക്കും അതേപോലെ മുഖവും ഒക്കെ ഇങ്ങോട്ട് ഒരുപോലെയാക്കി തീർത്തു. തിരിച്ചറിയാൻ പറ്റാത്ത നിലക്കുള്ള മാരകമായി മുറിവേൽപ്പിച്ചു എന്നുള്ളത്. വഹമലത് ബനൂ തൈമിൻ അബൂബക്കറിൻ ഫീ സൗബിൻ ഹത്താ അദ്ഖലൂഹു മൻസില, എത്രത്തോളം അദ്ദേഹത്തിന് എണീച്ചു പോകാനോ
അതല്ലെങ്കിൽ സ്വയം ഒരു പ്രതിരോധിക്കാനോ കഴിയാതിരിക്കുമാറ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വീണ് കിടക്കുന്ന സമയത്ത് ബനു തൈമ് ഗോത്രക്കാർ വന്നിട്ട് ഒരു വസ്ത്രത്തിലേക്ക് അദ്ദേഹത്തിന് എടുത്തു കടത്തി. അവർ വിചാരിച്ച് ഇദ്ദേഹം മരിച്ചു എന്നുള്ളതാണ്, ജീവൻ പോയി എന്നുള്ള നിലക്ക് ഒരു വസ്ത്രത്തിലേക്ക് എടുത്തു കടത്തിയിട്ട് എല്ലാവരും കൂടി ആ വസ്ത്രം പിടിച്ചിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ടു. വലാ യഷ്കൂന ഫീ മൗതി. അവർ വിചാരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ മാരകമായ ആക്രമണം കാരണം മരിച്ചിട്ടുണ്ട് എന്ന്. ബോധമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്, സംസാരിക്കാൻ കഴിയാതെ ബോധമൊക്കെ നഷ്ടപ്പെട്ടു. വലാ യഷ്കൂന ഫീ മൗതിഹി, അദ്ദേഹം മരിച്ചു എന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ ഫതകല്ലമ ആഖിറൻ നഹാർ, അങ്ങനെ ആ പകൽ സമയത്ത് മുഴുവനും അദ്ദേഹം ബോധമില്ലാതെ വീട്ടിൽ കഴിച്ചുകൂട്ടി. ഏകദേശം വൈകുന്നേരമാകുന്ന സമയത്താണ് അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടി, സംസാരത്തിന് കഴിഞ്ഞത്. ഫഖാല, ഏറ്റവും ആദ്യം അദ്ദേഹം ചോദിച്ചത്, ഇത്തരം മാരകമായി മുറിവേൽപ്പിക്കപ്പെട്ട് ശരീരത്തിൽ ഇത്രത്തോളം പ്രയാസങ്ങൾ നേരിട്ടിട്ട് ബോധം വന്ന സമയത്ത് ഏറ്റവും ആദ്യം ചോദിച്ചത് മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് പറ്റി? ആ സദസ്സിൽ പ്രവാചകനുണ്ടായിരുന്നു അന്ന് മസ്ജിദുൽ ഹറാമിൽ. റസൂൽ എന്ത് പറ്റി? റസൂൽ എന്ത് ചെയ്തു? എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ട്? സ്വന്തം കാര്യത്തിലല്ല, എനിക്ക് പറ്റിയ ഈ പ്രയാസങ്ങളിലല്ല വിഷമം, അദ്ദേഹത്തിന് പറ്റിയതില്ല പ്രവാചകന്റെ കാര്യം. അപ്പോ ഫമസൗ മിൻഹു ബിഅൽസിനതിഹിം വഅദലൂഹു, അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ, കൂടെയുള്ള മാതാവ് അവിടുണ്ട്, പിതാവ് അവിടുണ്ട്, അബൂ ഖുഹാഫ് പിതാവുണ്ട്. അവരെല്ലാവരും അവരുടെ സംസാരങ്ങൾ കൊണ്ട് പ്രവാചകനെ മോശമായി പറയുന്ന നിലക്ക് അവന്റെ കൂടെ കൂടിയിട്ടാണ് ഈ ദുരിതങ്ങൾ, ഈ പറയുന്ന പ്രയാസങ്ങൾ, നാട്ടിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പലതും പറയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഒരു വിവരം കൃത്യമായിട്ട് കൊടുക്കാതിരിക്കാൻ അവർ ശ്രമിച്ചു. തുമ്മ ഖാലു, എന്നിട്ട് അവർ പറഞ്ഞു ലി ഉമ്മിഹി ഉമ്മിൽ ഖൈർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവായ ഉമ്മുൽ ഖൈറിനോട് എല്ലാവരും പറഞ്ഞു. അവരൊക്കെ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് അവരിന്ന് പോകുന്ന സമയത്ത് പറഞ്ഞു, ഉൻളുരി അൻ തുത്ഈമീഹി ശൈഅൻ ഔ തുസ്ഖി, എന്തെങ്കിലും വല്ല ഭക്ഷണോ എന്തെങ്കിലും കുടിക്കാനൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഒന്ന് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് ഉമ്മാനോട് പറഞ്ഞ് മറ്റുള്ളവരൊക്കെ അവിടെ നിന്ന് പോയി. ഫലമ്മാ ദഖലത് ബിഹി അലഹത് അലൈ, ഉമ്മുൽ ഖൈർ മാതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന സമയത്ത് നിർബന്ധിച്ച് പറഞ്ഞു അവര് ഭക്ഷണം കഴിക്കാൻ, എന്തെങ്കിലും കഴിക്കാനോ എന്തെങ്കിലും കുടിക്കാൻ. വജഅല യഖൂലു മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ എന്ത് പറ്റി? എനിക്കറിയേണ്ടത് അതാണ്. എനിക്കൊരു പടി ഭക്ഷണോ അതിലെങ്കിൽ ഒരു മുറുക്ക് വെള്ളോ അല്ല വേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് പറ്റി? ഫഖാലത്ത്, അപ്പൊ ഉമ്മുൽ ഖൈർ പറഞ്ഞു, വല്ലാഹി ലാ ഇൽമ ലി ബിസാഹിബിക, അന്ന് അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലായിരുന്നു, നിന്റെ കൂട്ടുകാരനെ കുറിച്ച് എനിക്കൊരു അറിവില്ല, നീ എന്തെങ്കിലും കഴിക്കേ, നിന്റെ ആരോഗ്യം നീ അത് പരിഗണിക്കേ, ശ്രദ്ധിക്കേ ചെയ്യേ എന്നത്. അപ്പൊ ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇദ്ഹബി ഇലാ ഉമ്മി ജമീലിൻ ബിൻതിൽ ഖത്താബി, ഖത്താബിന്റെ മകളായ ഉമ്മു ജമീൽ എന്ന് പറയുന്ന സ്ത്രീ, അവർ രഹസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു. അവർ രഹസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളായിരുന്നു. അദ്ദേഹത്തിന് അബൂബക്കർ സിദ്ദീഖ് അറിയുമായിരുന്നു അവരെക്കുറിച്ച്. അദ്ദേഹത്തിന്റെ മാതാവിന് പോലും ആ സ്ത്രീയെക്കുറിച്ച്, അവരുടെ ആദർശത്തിനെക്കുറിച്ചോ വിശ്വാസത്തിനെക്കുറിച്ചോ അറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മാതാവിനോട് പറഞ്ഞു ഉമ്മു ജമീലിന്റെ അടുത്ത് പോയിട്ട് ഫസ് അലിഹ അൻഹു, അവരോട് റസൂലിന്റെ കാര്യം ഒന്ന് അന്വേഷിക്കി, കാരണം അവർക്കറിയും, അദ്ദേഹത്തിനറിയാം. ഫഖറജത്ത്, അപ്പൊ നിർബന്ധം പിടിച്ച് അദ്ദേഹം പറഞ്ഞപ്പോ മാതാവ് ഉമ്മുൽ ഖൈർ പോയിട്ട് ഹത്താ ജാഅത്ത് ഉമ്മു ജമീലിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇന്ന അബൂബക്കറിൻ യസ്അലുകി അൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ, അബൂബക്കർ മുഹമ്മദ് ബിൻ അബ്ദുള്ള, കാരണം അവരൊന്നും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലല്ലേ അദ്ദേഹത്തിന്റെ മാതാവ്. അബൂബക്കർ ഇപ്പൊ നിർബന്ധമായിട്ട് അവന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ബിൻ അബ്ദുള്ളനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഖാലത്ത്, അപ്പൊ ഉമ്മു ജമീൽ പറഞ്ഞു, മാ ആരിഫു അബൂബക്കറിൻ വലാ മുഹമ്മദ് ബിൻ അബ്ദുള്ള, എനിക്ക് അബൂബക്കറിനെ അറിയില്ല, എനിക്ക് അവന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ബിൻ അബ്ദുള്ളനെ അറിയില്ല സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. കാരണം മാതാവ് മുസ്ലിമത്തല്ല, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അപ്പൊ എന്തെങ്കിലും വിവരങ്ങൾ കൊടുത്താൽ അപകടം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇനി അങ്ങനെ വേണമെങ്കിൽ വഇൻ കുന്തി തുഹിബ്ബീന അൻ അദ്ഹബ മഅകി ഇലാ ഇബ്നികി ദഹബതു, നിന്റെ മകന്റെ അടുത്തേക്ക് വേണമെങ്കിൽ ഒന്ന് വിസിറ്റിംഗ് എന്നുള്ള നിലയ്ക്ക് ഞാൻ വരണമെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ്, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മകന്റെ അടുത്തേക്ക് ഞാനൊന്ന് വന്നോളാ എന്ന് പറഞ്ഞു. കാരണം മകന്റെ അവസ്ഥ എന്താണെന്ന് അവർക്കറിയണം. അവർ മുഅ്മിനത്തായ മുസ്ലിമത്തായ സഹോദരിയാണ്. ഖാലത്ത്, അപ്പൊ ഈ മാതാവ് പറഞ്ഞു, ആം, എന്നാൽ നീ എന്റെ കൂടെ ഒന്ന് വാ. ഫമളത് മാഹ, അങ്ങനെ ഉമ്മു ജമീൽ ഉമ്മുൽ ഖൈർ എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന്റെ കൂടെ വീട്ടിലേക്ക് വന്നു. ഹത്താ വജദത് അബൂബക്കറിൻ സ്വരീഅൻ ദനിഫൻ, മാരകമായി മുറിവേൽപ്പിക്കപ്പെട്ട ശരീരത്തിൽ അദ്ദേഹം അവിടെ കടക്കുന്ന ആ രംഗമാണ് ആ സ്ത്രീ കാണുന്നത്. ഫദനത്ത് ഉമ്മു ജമീലിൻ വഅലനത്ത് ബിസ്സിയാഹി, അവര് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഉമ്മു ജമീൽ എന്ന സ്ത്രീ വന്നിട്ട് വലിയ ഉച്ചത്തിൽ അവർ വിളിച്ചു പറഞ്ഞു. വഖാലത്ത്, അവർ പറഞ്ഞു, വല്ലാഹി ഇന്ന ഖൗമൻ നാലു ഹാദാ മിൻക ലഅഹ്ലു ഫിസ്ഖിൻ വകുഫർ, ഇത്രത്തോളം നിന്നെ മാരകമായി മുറിയാക്കി പ്രയാസപ്പെടുത്തിയ ജനങ്ങൾ
വല്ലാത്ത തമ്മാടികളാണ്, സത്യനിഷേധികളാണ്. കുഫാറുകളുള്ള വെറുപ്പ് അവർ പ്രകടിപ്പിച്ചു. വഇന്നീ ലഅർജു അൻ യന്തഖിമ അല്ലാഹു ലക മിൻഹും, നിനക്ക് വേണ്ടി അള്ളാഹു അവരെ ശിക്ഷിക്കാൻ ഞാൻ അവനോട് ദുആ ചെയ്യുന്നു, ഞാനത് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു നിനക്ക് വേണ്ടി അവരോട് പകരം ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഖാല ഫമാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അദ്ദേഹം വീണ്ടും അവരോട് ചോദിച്ചു, റസൂലിന്റെ അവസ്ഥ എന്താണ്, എന്ത് പറ്റി, എവിടെയാണ്? അപ്പൊ ഖാലത്ത്, ഉമ്മു ജമീൽ പറഞ്ഞു, ഹാദിഹി ഉമ്മുക തസ്മഅ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ ഉമ്മത് കേൾക്കും. ഉമ്മ ഇസ്ലാമിലേക്ക് അന്ന് വന്നിട്ടില്ലാത്തതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഖാല, അദ്ദേഹം പറഞ്ഞു, ഫലാ ശൈഅ അലൈക മിന്ന, ഉമ്മാന്റെ കാര്യത്തിൽ പേടിക്കണ്ട, ഉമ്മ പ്രയാസം ഉണ്ടാക്കൂല. അപ്പൊ ഖാലത്ത്, ഉമ്മു ജമീൽ പറഞ്ഞു, സാലിമുൻ സ്വാലിഹുൻ, പ്രവാചകൻ സുരക്ഷിതനാണ്, പ്രയാസങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നും ഇന്നില്ല എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഐന ഹുവ, എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ഉള്ളത്? ഖാലത്ത്, ഉമ്മു ജമീൽ പറഞ്ഞു, ഫീ ദാരി ഇബ്നിൽ അർഖം, ഇബ്നുൽ അർഖമിന്റെ വീട്ടിലാണ്, അവിടെയായിരുന്നു അവർ ഒരുമിച്ച് കൂടലുണ്ടായിരുന്നത്. ദീനിന്റെ ദഅവത്തുമായിട്ടും മുഅ്മിനീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ അവിടെയായിരുന്നു ഒരുമിച്ച് കൂടലുണ്ടായി, അവിടെ ഉണ്ട്. ഖാല, അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്ന ലില്ലാഹി അലയ്യ, എന്നാൽ ഞാൻ അള്ളാഹുവിനോട് ഒരു കരാർ ചെയ്യാണ്, അല്ലാ അദൂഖ തആമൻ വലാ അശ്റബ ശറാബൻ, ഒരു പിടി ഭക്ഷണം ഞാൻ കഴിക്കുക, ഒരു മുറുക്ക് വെള്ളം ഞാൻ കുടിക്കുക ചെയ്യുകയില്ല. ഔ ആതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അടുത്ത് ഞാൻ ചെല്ലാതെ, എനിക്ക് നേരിട്ട് കണ്ടിട്ട് പ്രവാചകൻ സുരക്ഷിതനാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഉറപ്പുവരാതെ ഒരു മുറുക്ക് വെള്ളം കുടിക്കുക, ഒരു പിടി ഭക്ഷണം ഞാൻ, അതായത് സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്ന അതിന് മാത്രമുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ബന്ധവും, അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ചുരുക്കത്തിൽ. അപ്പോ ഉമ്മു ജമീൽ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് ഈ പകൽ സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും, അത് അപകടപ്പെടുത്തും എന്ന് പറഞ്ഞു. ഫഅംഹലത ഹത്ത ഇദാ ഹദഅത്തിർ റിജുൽ, ആളുകളുടെ ചവിട്ടടിയും കാര്യങ്ങളൊക്കെ നിന്നു, കുറച്ച് വൈകുന്നേരമായി. വസക്കനൻ നാസു, ആളുകളൊക്കെ അടങ്ങി, വീട്ടിൽ അടങ്ങിയ സമയത്ത് ഖറജതാ ബിഹി, അവർ രണ്ടുപേരും കൂടി, മാതാവും ഉമ്മു ജമീലും അദ്ദേഹത്തിനെയും താങ്ങി പിടിച്ചുകൊണ്ടുപോയി. യത്തക്കി അലൈഹിമ, അവരുടെ തോളിൽ അദ്ദേഹം തൂങ്ങിപ്പിടിച്ച് ചാരിപ്പിടിച്ച് പോവുകയാണ്. ശരിക്കും അദ്ദേഹത്തിന് നടക്കാൻ കഴിയാതെ വേച്ച് നടന്നുകൊണ്ട്. ഹത്താ അദ്ഖലതാഹു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അടുത്ത് കൊണ്ടുപോയി കടത്തി. അപ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനമായത്. അപ്പൊ ചുരുക്കത്തിൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്ന ഇതിന് മാത്രമുള്ളൊരു ബന്ധം, ആ ബന്ധത്തിലുള്ള ഒരു നേതൃത്വമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതും തന്നെ അവർക്ക് ആദർശത്തിൽ അടിയുറച്ചു പോകാൻ നല്ല ഒരു പ്രേരണയായി എന്നുള്ളതാണ് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ സഹാബത്ത് ഏറ്റെടുത്ത ആ ഉത്തരവാദിത്വം, ബാധ്യത എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ സ്വീകരിച്ചു, ആ ദഅവത്ത് സ്വീകരിച്ചു, അവർ ഇസ്ലാമിലേക്ക് വന്നു. ആ ദീന് ലോകത്തിന്റെ മുന്നിൽ അത് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന, ആ ദീന് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിലക്കുള്ള വ്യക്തിത്വങ്ങളായി ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്ന ആ ഉത്തരവാദിത്വം അവർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. നാം അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കി തൗഹീദും സുന്നത്തും സലഫിയത്തൊക്കെ മനസ്സിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മിൽ നിന്ന് ആളുകൾക്ക് ഈ ആദർശം സ്വീകരിക്കാൻ, അത് മനസ്സിലാക്കാൻ, ആളുകൾക്ക് അത് കിട്ടാൻ, അതിന് ഏതൊക്കെ നിലക്ക് നമ്മൾ അതിന് സൗകര്യപ്രദമായ നിലക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ആ ബാധ്യത അവർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഫകാന സ്വഹാബത്ത് യശഉറൂന ശുഊറൻ താമ്മൻ, അവർ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു, മാ അലാ കവാഹിലിൽ ബശരി മിനൽ മസ്ഊലിയത്തിൽ ഫഖിമത്തിൽ ലഖിമ, ഭാരിച്ച മഹത്തായ ഈ ഉത്തരവാദിത്വം മനുഷ്യരുടെ മുതുകുകളിൽ അവർ ചുമന്ന ഏറ്റെടുത്ത ബാധ്യത അവർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. വഅന്ന ഹാദിഹിൽ മസ്ഊലിയത ലാ യുംകിനു അൻഹാ അൽ ഹിയാദു വൽ ഇൻഹിറാഫു ബിഹാൽ, ഏറ്റെടുത്ത ഈ ഉത്തരവാദിത്വത്തിൽ ഒരിക്കലും തെറ്റാലോ വ്യതിചലിക്കാനോ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. നമ്മളത് പൂർത്തീകരിക്കാൻ നമ്മളാൽ എന്താണോ കഴിയുന്നത് ആ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാകൂ. കുറച്ചു കാലം സ്വീകരിച്ച് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഇതൊക്കെ ഒഴിവാക്കി പോകുക എന്നുള്ളത് ഒരിക്കലും യോജിച്ച കാര്യമല്ല എന്നവർ മനസ്സിലാക്കിയിരുന്നു. ഫൽ അവാഖിബുല്ലതി തതറത്തബു അലൽ ഫിറാരി അൻ തഹമ്മുലിഹ, ഈ ബാധ്യത ഏറ്റെടുക്കാതെ നമ്മൾ ഒഴിവാക്കി പോയാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ഭവിഷ്യത്തുകൾ അശദ്ദു വഖാമതൻ വ അക്ബറു ദററ, ഏറ്റവും പ്രയാസകരമായതും ഏറ്റവും വലിയ അപകടകരമായതുമായിരിക്കും. അമ്മാഹും ഫീഹി മിനൽ ഇൽത്തിഹാദ്, ഇന്ന് ഈ പരീക്ഷണത്തിൽ ഈ ആദർശം സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോൾ മുശ്രിക്കീങ്ങളിൽ ശത്രുക്കളിൽ നമുക്ക് ചില പ്രയാസങ്ങളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, ശരി തന്നെയാണ്. എന്നാൽ ഈ ആദർശം ഒഴിവാക്കി നമ്മൾ പോയാൽ
ശത്രുക്കൾ എന്താണോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു, താല്പര്യപ്പെടുന്നു, അതിന് അവർക്ക് നമ്മൾ കൈ കൊടുത്താൽ, അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഈ ആദർശം നമ്മൾ ഒഴിവാക്കിയാൽ ഇതിലേറെ വലിയ ദുരിതങ്ങളും ഇതിലേറെ വലിയ കഷ്ടപ്പാടുകളും ആയിരിക്കും, ഉപദ്രവങ്ങളായിരിക്കും നമുക്ക് നേരിടേണ്ടി വരിക എന്നുള്ളത് കൃത്യമായി അവർ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ മുസ്ലിമീങ്ങളെ ആദർശത്തിന് വ്യതിചലിക്കാൻ വേണ്ടി പല പ്രകോപനങ്ങളും അവരുടെ ഭാഗത്തിൽ നിന്നുണ്ട്. പല ആളുകളും പേടിച്ചുകൊണ്ട് അവർ ഇഷ്ടപ്പെടുന്നത് പോലെ ചില കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിയാൽ നമുക്ക് സുരക്ഷയുണ്ടാകും, നമുക്ക് രക്ഷയുണ്ടാവും, വളരെ സുഭിക്ഷമായൊരു ജീവിതം, അഭിമാനപ്രദമായ അതേപോലെ തന്നെ സമാധാനത്തോടുകൂടെ ഈ ലോകത്തുള്ള ജീവിതം ലഭിക്കും എന്നുള്ളൊരു വ്യാമോഹം പലർക്കും നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വലൻ തർള അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും. ജൂതനസാറാക്കൾ ശത്രുക്കൾ, അവരുടെ ആദർശം പൂർണ്ണമായി സ്വീകരിക്കാത്ത കാലത്തോളം ഒരു അഡ്ജസ്റ്റും അവർ തൃപ്തിപ്പെടൂല എന്നുള്ളത്. ചെറിയ ചെറിയ അഡ്ജസ്റ്റുകൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ, അവരാവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ ചെയ്തു എന്ന് കരുതി അവരവിടെ നിർത്തൂല. അവർ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ദീനുൽ ഇസ്ലാമിന് പൂർണ്ണമായ ഒരു വ്യക്തിനെ പുറത്താക്കി കുഫ്ർ ശിർക്കിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുപോയി പരാജയത്തിന്റെ അങ്ങേ അറ്റത്ത് എത്തിച്ചതിന്റെ ശേഷം അവർ നിർത്തുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യൻ ഈ ലോകത്തുനിന്ന് ഈ ദീനൊക്കെ ഒഴിവാക്കി, ആദർശം ഒഴിവാക്കി കുഫാറുകൾ തൃപ്തിപ്പെടുത്തി പോയാൽ തന്നെ ഇവനെ അവര് നാശത്തിന്റെ പടുക്കുഴിയിൽ, ഈ ലോകത്തും പരലോകത്തുമുള്ള നാശത്തിന്റെ പടുക്കുഴിയിൽ അവനെ കൊണ്ടുപോയി തള്ളും. മറ്റ് പല രാജ്യങ്ങളിലും ഇസ്ലാം അത് സ്വീകരിക്കാതെ, അതിന്റെ ആദർശങ്ങൾ സ്വീകരിക്കാതെ കുഫാറുകളെ അനുകരിച്ചുകൊണ്ട് ജീവിച്ചു പോയിട്ട് പല രാജ്യങ്ങളിലും മുസ്ലിം നാമധാരികളായ പേരിലുള്ള ആളുകൾ അവർ എത്തിപ്പെട്ട ദുരിതങ്ങൾ പലതും നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടെ മറ്റും കേൾക്കുന്നതാണ്. ഒരിക്കലും ഈ ലോകത്ത് അവർക്ക് തേനും പാലും വഴക്കി കൊടുക്കാനോ ബഹുമാനാദരവ് ഇവർക്ക് നൽകാനോ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരിക്കലും തയ്യാറാകൂല. അത് വ്യാമോഹം മാത്രമാണ്, അത് മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെ ദീനിൽ ക്ഷമയോടുകൂടെ അടിയുറച്ചു നിൽക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും സമാധാനവും രക്ഷയും സുരക്ഷയും നൽകാനും ഉള്ള ഏകമാർഗം അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത്. മുൻഗാമികളായ സഹാബത്തും മുൻ സമുദായങ്ങളിലെ പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഒക്കെ നമുക്ക് നൽകുന്ന പാഠങ്ങളും മാതൃകകളും അത് തന്നെയാണ്. വഅന്നൽ ഖസാറത്തല്ലതി തൽഹഖുഹും വതൽഹഖുൽ ബശരിയത ജംആ. ഈ പറയുന്ന ആദർശം ഒഴിവാക്കിയാൽ നമുക്കും മനുഷ്യ സമൂഹത്തിനും നേരിടേണ്ടി വരുന്ന പരാജയം, ബഅദ ഹാദൽ ഫിറാർ, ഈ ആദർശം ഒഴിവാക്കിയിട്ട് ഓടിപ്പോയാൽ നമുക്കും മനുഷ്യ സമൂഹത്തിന് നേരിടേണ്ടി വരുന്ന പരാജയം എന്ന് പറയുന്നില്ല യുഖാസു ബിഹാലിൻ, ഒരിക്കലും അതിനെ അളക്കാൻ തന്നെ കഴിയൂല. അല അൽ മതാഇബില്ലത്തി കാനു യുവാജിഹുന നതീജത ഹാദ തഹമ്മുൽ. ഈ ആദർശം ദീനും സ്വീകരിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിലേറെ വലിയ പരീക്ഷണങ്ങളും ദുരിതങ്ങളും യാതനകളുമായിരിക്കും ഈ ആദർശം ഒഴിവാക്കി പോയാൽ നമുക്ക് നേരിടേണ്ടി വരിക. ഈ ലോകം പരലോകം പരാജയപ്പെടുക എന്നുള്ളതായിരിക്കുമെന്ന് സഹാബത്ത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് അവര് അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ചു പോകുക, അതിൽ എന്ത് തന്നെ നഷ്ടകഷ്ടങ്ങളും വന്നാലുമെന്ന് അവർ തീരുമാനമെടുത്തിരുന്നു. ആ പറയുന്ന വ്യക്തമായ ബോധം അതാണ് അവരെ ആദർശത്തിൽ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോകാൻ അവർക്ക് പ്രേരണയായ മറ്റൊരു കാര്യം. വേറെ ഒന്ന് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, പരലോകത്തിലുള്ള കൃത്യമായ വിശ്വാസം. ഈ ലോകത്തിനെയും പരലോകത്തിനെയും അവർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ലോകത്ത് വളരെ വളരെ കുറഞ്ഞ സമയത്തുള്ള, ഈ ലോകത്ത് വളരെ നൈമിഷികമായ ഒരു ജീവിതം മാത്രമാണ്. നൈമിഷികമായ ജീവിതം. ഇവിടെ എത്ര നിഅമത്തുകളുണ്ട് എന്ന് പറഞ്ഞാലും, എത്ര എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവനുമായി അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ അവനൊരുപാട് ദുരിതങ്ങളും യാതനകളും പ്രയാസങ്ങളും അവന് പറയാനുണ്ടാകും. ഇവിടെ പൂർണ്ണമായ സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, പൂർണ്ണമായ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്ന ഒരാളെയും കാണാൻ തന്നെ കഴിയുകയില്ല, ഏത് മേഖലയുള്ള ആളുകൾ എടുത്തു നോക്കിയാലും. നേരെ മറിച്ച് പരലോകം എന്ന് പറയുന്നത് വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗത്തിൽ ലഭിക്കുന്ന ഒരു കർച്ചീഫ്, ലമിൻദീലു സഅദ് ബിൻ മുആദ്, ലസൗതു സഅദ് ബിൻ മുആദ്, ഹദീസുകളൊക്കെ വന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് അവിടെ ഉപയോഗിക്കാനുള്ള ചെറിയ ഒരു തട്ടമോ അതല്ലെങ്കിൽ ചെറിയ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ടവല് പോലത്തെ കർച്ചീഫ് പോലത്തെ സാധനം, ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹ, ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹ, ഈ ദുനിയാവും അതിലുള്ള മുഴുവത്തിനേറെ ഉത്തമമാണ്.
ഈ ദുന്യാവിലുള്ളത് ഏത് തന്നെയാണെങ്കിലും അതിന് നാശമുണ്ട്. സ്വർഗത്തിലുള്ളതിന് നാശമില്ല, കാലാകാലമാണ്. ഇവിടെയുള്ള ഓരോ സമയങ്ങളും കൊല്ലങ്ങളും വർഷങ്ങളുമാണെങ്കിലും അതിന് നാശം, മരണം, അത് അവസാനമുണ്ട്. സ്വർഗത്തിലുള്ള ഓരോ കാര്യങ്ങളും അത് കാലാകാലം നിലനിൽക്കുന്നതാണ്. അതുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ മൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ ഒരു ഉൽപ്പന്നം മാത്രമാണ്, വഞ്ചനയുടെ ഒരു ഉൽപ്പന്നം മാത്രം. അപ്പൊ അവർക്ക് പരലോകത്തിനെ കുറിച്ച് കൃത്യമായ ആ ലോകത്തിനെക്കുറിച്ചും അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമുണ്ടായിരുന്നു സഹാബത്തിന്. അതും തന്നെ നമ്മൾ പരിശുദ്ധ ഖുർആനിൽ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളിൽ കൂടെ ഇന്നല്ലദീന ആമനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലദീന ആമനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് എടുത്തു പറയലും. അള്ളാഹുവിലും പരലോകത്തിലും ശരിയായ വിശ്വാസമുള്ള ആളുകൾ, അവർക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ അവരുടെ മനസ്സിനെയും ശരീരത്തിനെയും അതിനെ പ്രേരിപ്പിച്ച് അതിൽ വഴി നടത്താൻ കഴിയും. ഇവിടെയുള്ള പരീക്ഷണങ്ങളിൽ അവർക്ക് ക്ഷമിക്കാൻ കഴിയും, അവരുടെ ശരീരത്തിനെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും, പരലോകത്തിൽ ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ. വഹുവ മിമ്മാ കാന യുഖവ്വി ഹാദ അശ്ശുഊറ ബിൽ മസ്ഊലിയ, ഈ പറയുന്ന ആദർശത്തിന്റെ പേരിലുള്ള ഉത്തരവാദിത്തത്തിനെ കുറിച്ച് വ്യക്തമായി ധാരണ, പരലോക വിശ്വാസം അത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു, അത് ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഫഖദ് കാനു അലാ യഖീനിൻ ജാസിമിൻ, വളരെ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നവർക്ക്. ബിഅന്നഹും യഖൂമൂന ലിറബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ കൽപ്പന, അവന്റെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന്. വയുഹാസബൂന അലാ അമാലിഹിം ദിഖ്ഖിഹാ വജില്ലിഹാ സഗീരിഹാ വകബീരിഹാ, ഈ ലോകത്ത് ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ, ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന നിസ്സാരമായതും വലിയതുമായ കാര്യങ്ങൾക്കൊക്കെ അവിടെ വിചാരണ നടക്കും. നമ്മളിവിടെ എന്ത് ചെയ്തു അതിന്റെ വിചാരണ അവിടെ ഉണ്ടാകും എന്ന് കൃത്യമായി അവർക്ക് ബോധമുണ്ടായത്. മുഖീം, അങ്ങനെ പരലോകത്ത് വന്നിരിക്കൽ ശാശ്വതമായ അനുഗ്രഹങ്ങളിലേക്കെത്തും. വഇമ്മാ ഇലാ അദാബിൻ ഖാലിദിൻ ഫീ സവാഇൽ ജഹീം, അതല്ലെങ്കിൽ നരകത്തിന്റെ മധ്യത്തിൽ കാലാകാലത്തുള്ള അതികഠിനമായ ശിക്ഷയിലേക്കാണ് എത്തുക. ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്, ഏതാണ് നമുക്ക് ആവശ്യമെന്ന് അവർക്ക് ബോധമുണ്ടായിരുന്നു. ഫകാനൂ യഖ്ളൂന ഹയാതഹും ബൈനൽ ഖൗഫി വറജ, ഒരു ഭാഗത്തിൽ കൂടെ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം, മറ്റൊരു ഭാഗത്തിൽ കൂടെ അള്ളാഹുവിന്റെ റഹ്മത്തും മഗ്ഫിറത്തും അതിലുള്ള അതിയായ പ്രതീക്ഷയും, അതിന്റെ ഇടയിലായിരുന്നു അവരുടെ ജീവിതം നയിച്ചിരുന്നത്. യർജൂന റഹ്മത റബ്ബിഹിം വയഖാഫൂന അദാബഹു, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടായിരുന്നു സഹാബത്തിന്റെ ജീവിതം. പൂർണ്ണമായി അള്ളാഹുവിനെയും അവന്റെ ശിക്ഷയും ഭയപ്പെടലല്ല, അതേപോലെ തന്നെ പൂർണ്ണമായ നിർഭയത്വവും പ്രതീക്ഷയുമല്ല, അത് രണ്ടിന്റെയും ഇടയിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറുകയും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് പാപങ്ങളിൽ, തെറ്റുകളിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. ആ നിലക്കുള്ള ജീവിതമായിരുന്നു. വകാനു യഅ്തൂന മാ ആതവ ഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങിപ്പോകേണ്ടി വരും എന്നുള്ള കൃത്യമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉള്ള ഹൃദയത്തിന്റെ ഉടമകളായിക്കൊണ്ടായിരുന്നു സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നത്. വകാനു യഅരിഫൂന അന്ന ദുനിയാ ബിഅദാബിഹാ വനഈമിഹാ, ദുന്യവിയായ ഈ ജീവിതം ഇവിടെ എത്ര വലിയ അനുഗ്രഹങ്ങളുണ്ടെങ്കിലും, ഇനി എത്ര കൊടിയ പരീക്ഷണങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും യാതനകളുമാണെങ്കിലും ദുന്യാവിന്റെ സ്ഥിതി ലാ തുസാവി ജനാഹ ബഊദത്തിൻ ഫീ ജംബിൽ ആഖിറ, പരലോകത്തേക്ക് വെച്ചു നോക്കുമ്പോൾ ഒരു കൊതുകിന്റെ ചിറകിനോട് കടപിടിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, ഒരു കൊതുകിന്റെ ചിറകിനോട് കടപിടിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഈ പറയുന്ന ദുന്യാവ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിനോട് കടപിടിക്കുമായിരുന്നെങ്കിൽ മാ സഖാ മിൻഹു ശർബത്തൻ ലികാഫിർ ഔ ലിമുശ്രിക്, ഒരു കാഫിറായ മുശ്രിക്കായ ഒരു മനുഷ്യന് ഒരു മുറുക്ക് വെള്ളം അള്ളാഹു തആല കൊടുക്കൂലായിരുന്നു. ദുന്യാവ് വിലല്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിലയും വിലയും ഇല്ലാത്തതാണ് ഇവിടുത്തെ നിഅമത്തുകളും ഇവിടുത്തെ അനുഗ്രഹങ്ങളും സംവിധാനങ്ങളും. ഈ പറയുന്നത് മുഴുവനും അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്ന അവന്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചതാണ്. പക്ഷെ അത് കൈയാളുന്നത് ബഹുഭൂരിഭാഗവും അള്ളാഹുവിന്റെ ശത്രുക്കളായ കുഫാറുകളും ഫുജ്ജാറുകളുമാണ്. പക്ഷെ എന്നാലും ദുന്യാവാണ്, പരീക്ഷണമാണ്. അപ്പൊ ഇത് അള്ളാഹുവിന്റെ അടുക്കൽ വില മതിക്കുന്നൊരു വസ്തുവല്ല. ദുന്യാവിലുള്ള എല്ലാവിധ നിഅമത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ, ഇവിടെയുള്ള ദുരിതങ്ങളാണെങ്കിലും ഇതൊക്കെ പരലോകത്തേക്ക് വെച്ചു നോക്കുമ്പോൾ ഒരു കൊതുകിന്റെ ചിറകിനോട് ഇത് കിടപിടിക്കാൻ മാത്രമല്ല എന്നവർ മനസ്സിലാക്കിയിരുന്നു. വകാനത്ത് ഹാദിഹിൽ മഅരിഫത്തുൽ ഖവിയ്യ, അതിശക്തമായ ഈ ഒരു അറിവ് തുഹവ്വിനു ലഹും മതാഇബദ് ദുനിയാ വമശാഖഹ വമറാറതഹ, ദുന്യാവിൻ്റെതായ പ്രയാസങ്ങളും ഇതിലുള്ള ദുരിതങ്ങളും ഇവിടെ അനുഭവപ്പെടുന്ന കയ്പുകളൊക്കെ അതവർക്ക് നിസ്സാരമായി അനുഭവപ്പെട്ടിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ
ഈ പരീക്ഷണങ്ങളൊക്കെ നിൽക്കും. ഇത്ര വലിയ നിഅമത്തുകളും സന്തോഷങ്ങളും സമ്പന്നതയിലും സുഖലോലുപതയിലും പോകുന്ന ആളുകൾക്ക് ഇത് നഷ്ടപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നമ്മളെല്ലാവരും പിരിഞ്ഞു പോകുമെന്ന് പറയും. ഹത്താലം യകൂനു യക്തരിസൂന ലഹാ വയുൽഖൂന ഇലൈഹാ ബാല. അതുകൊണ്ട് തന്നെ ദുന്യാവിനെ വിലവെക്ക് അതിനൊരു അതിയായൊരു പ്രാധാന്യം, അമിതമായൊരു പ്രാധാന്യം അവർ നൽകുകയോ ചെയ്തിരുന്നില്ല. ഇതും ദുന്യാവിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ, അതും ഈ സഹാബത്തിന് ആദർശത്തിൽ നിലനിന്ന് പോകാൻ പ്രേരണയെ. നമുക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ദുന്യാവ് എന്ന് പറയുന്നതിന് അതിന് കൃത്യമായ നിലക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ, നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്കും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ളത് ആവശ്യങ്ങളാണ്. അതല്ലാത്ത ഒരു സ്ഥാനം, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്കോ ഇവിടുത്തെ അധികാരങ്ങൾക്കോ ഇവിടുത്തെ സമ്പത്തിനോ ഇവിടുത്തെ മറ്റുള്ള ആദരവുകൾക്കോ ഒരാൾ കൊടുക്കാതെ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു അത് കൃത്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ആളുകൾ ചില സമയത്ത് നമ്മളെ പ്രശംസിച്ചുകൊണ്ടിരിക്കും, ആളുകൾ ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ ലോകത്ത് മനുഷ്യരായ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് സംഭവിക്കാത്തൊരു കാര്യമാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ ആളുകളെ മുഴുവനും തൃപ്തിപ്പെടുത്തുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി കാണി ജീവിക്കുക എന്നുള്ളത് ഇലക്ഷന് മത്സരിച്ചാൽ നിന്നാൽ പോലും നടക്കാത്ത കാര്യങ്ങൾ. ആളുകൾ ശ്രമിക്കും ചിലപ്പോൾ എല്ലാവരുടെയും നല്ലവരാകാൻ വേണ്ടി, നടക്കാത്ത കാര്യമാണ്, മുഹാലാണത്. ആളുകൾ തൃപ്തിപ്പെടുന്നവർ തൃപ്തിപ്പെടും. ഇന്ന് തൃപ്തിപ്പെടുന്ന നാളെ പക്ഷേ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യമുള്ള ആളായിരിക്കും. ഇന്ന് നമ്മോട് വെറുപ്പുള്ള ആള് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മോട് സ്നേഹം ബന്ധമുള്ള ആളുകളായിട്ട് വരും. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആളുകൾക്ക് ചിലപ്പോൾ ചില ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും വിലയിരുത്തലുകളും ഉണ്ടാകും. നമ്മളത് നോക്കാതെ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്, ഈ ലോകത്തേക്ക് ഞാൻ വന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യം എന്താണ്, എൻ്റെ ബാധ്യത എന്താണ്, അത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത്. സലഫിയത്തൊക്കെ കൃത്യമായി ശരിക്കും മനസ്സിലാക്കിയ ഒരാൾ കുറച്ച് ദിവസം ആദ്യമില്ലാത്ത വേഷത്തിലൊക്കെ ഒരു മാറ്റം വരുത്തി കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ കൂട്ടുകാരും വളരും അവരെ ഇൻസൾട്ട് ചെയ്ത് പരിഹസിച്ചുകൊണ്ട് വരും. ഇപ്പം എന്തേ മാറ്റം വന്നു, താടി കുറച്ച് നീണ്ടല്ലോ, വേറുള്ളതൊക്കെ കുറച്ച് കുറഞ്ഞല്ലോ, മറ്റുള്ളതൊക്കെ എന്തേ പുതിയത്, പരിഹാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിന് വില കൊടുക്കാനും അതിന് മറുപടി കൊടുക്കാനും അതിലൊക്കെ പരിഗണന കാണിക്കാനും നിന്നാൽ ഈ ആദർശം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. അപ്പൊ ദുന്യാവിനെ ഇവർ കൃത്യമായി ഈ നിലക്ക് മനസ്സിലാക്കിയിരുന്നു. പിന്നെ മറ്റൊരു കാര്യം അൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനും അതിലുള്ള അധ്യാപനങ്ങളും അവർക്ക് ആദർശത്തിൽ അടിയുറച്ചു പോകാൻ അത് സഹായകരമായിരുന്നു. വഫീ ഹാദിഹിൽ ഫത്റാത്തിൽ അസീബത്തി അർറഹീബത്തി അൽ ഹാലിക, പ്രയാസകരമായ വളരെ ദുരിതപൂർണമായ ഈ കാലഘട്ടത്തിൽ കാനത്ത് തൻസിലു അസ്സുവർ വൽ ആയാത്തു തുഖീമുൽ ഹുജജ്, അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലുള്ള കൃത്യമായ തെളിവുകൾ നിലനിർത്തുന്ന ആയത്തുകളും സൂറത്തുകളും പ്രവാചകന്റെ മേലെ ഇറങ്ങുമായിരുന്നു. വൽ ബറാഹീൻ അലാ സിദ്ഖി മവാദിഇൽ ഇസ്ലാം, ഇസ്ലാം സത്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ആദർശം, ഈ ദീന് ഇതാണ് ശരി, ഇത് തന്നെയാണ് സത്യം എന്നുള്ളതിന്റെ മേല് കൃത്യമായ തെളിവുകളും രേഖകളും അറിയിച്ചുകൊണ്ടുള്ള ആയാത്തുകളും സൂറത്തുകളും പ്രവാചകന്റെ മേലെ ഇറങ്ങുമായിരുന്നു. അല്ലത്തി കാനത്ത് ദഅവത്തു തദൂറു ഹൗലഹാ ബിഅസാലിബ മുനീഅത്തിൻ ഖല്ലാബ, ആകർഷകമായ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലക്കുള്ള രൂപത്തിലും രീതിയിലും പരിശുദ്ധമായ ഖുർആനിൽ ഇറങ്ങുന്ന ആയാത്തുകൾ സൂറത്തുകൾ ചെറിയ ചെറിയ സൂറത്തുകളായിരുന്നു മിക്കവാറും മക്ക കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്നത് പ്രവാചകന്റെ മേൽ. ആ ആയത്തുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ അതിൽ പറയുന്ന അധ്യാപനങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ദീനുൽ ഇസ്ലാം ഇത് ശരിയാണ്, നമ്മൾ സ്വീകരിച്ച ആദർശം ഇത് തന്നെയാണ് സത്യം എന്ന് കൃത്യമായി ഒരാൾക്ക് തെളിവ് നൽകുന്ന നിലക്കുള്ള ആയത്തുകളായിരുന്നു ഇറങ്ങിയിരുന്നത്. വതുർഷിദുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് വഴികാട്ടുകയും ചെയ്തിരുന്നു. ഇലാ ഉസസിൻ ഖദ്ദറല്ലാഹു അൻ യതകവ്വന അലൈഹാ അഅളമു വഅർവഅ മുജ്തമഇൻ ബശരിയിൻ ഫിൽ ആലം, മുസ്ലിം ഉമ്മത്തി എന്ന് പറയുന്ന ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യ സമൂഹത്തിൽ കൊണ്ടുവന്ന ഏറ്റവും ഉത്തമരായ ഏറ്റവും ആദരണീയരായ ഒരു സമൂഹം ഏത് ചില അടിസ്ഥാനങ്ങളിലാണോ നിലനിൽക്കേണ്ടത് ആ അടിസ്ഥാനങ്ങൾ മുഴുവനും ഈ ദീനുൽ ഇസ്ലാമിലുണ്ട്. വഹുവൽ മുജ്തമഉൽ ഇസ്ലാം, ഇസ്ലാമികമായ സമൂഹം. വതുശീറു മശായിറൽ മുസ്ലിമീൻ വനവാസിഅഹും അലസ് സബ്രി വത്തജല്ലുദ്, അതുകൊണ്ട് തന്നെ മനുഷ്യ സമൂഹത്തിന് ഉത്തമമായൊരു സമൂഹത്തിന് ഈ ലോകത്ത് കൊണ്ടുവരാൻ ആവശ്യമുള്ള ഏതൊക്കെ മാർഗനിർദ്ദേശങ്ങൾ, ഏതൊക്കെ അടിസ്ഥാനങ്ങൾ, അത് മുഴുവനും ഉൾക്കൊണ്ടതാണ് ഈ ദീന് എന്ന് മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സുകളെ അത് ഇളക്കി മറിക്കുന്ന നിലക്കുള്ള അധ്യാപനങ്ങൾ ഖുർആനിൽ കൂടെ അവതരിപ്പിക്കുമായിരുന്നു. അതിന് ഉപമകൾ അള്ളാഹു നൽകുമായിരുന്നു. വതുബയ്യിനു ലഹും മാ ഫീഹി മിനൽ ഹിക്ം, അള്ളാഹുവിന്റെ ഹിക്മത്തുകളും കാര്യങ്ങളും വിവരിച്ചു കൊടുത്തിരുന്നു. ചില ആയത്തുകൾ അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന
വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, നിങ്ങൾ വിചാരിച്ചോ എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന്? അള്ളാഹു ചോദിക്കാണ്. ഒരായത്താണിത്. സൂറത്തുൽ ബഖറയിലുള്ള ഒരായത്താണിത്. അം ഹസിബത്തും, മനുഷ്യരെ നിങ്ങൾ ചിന്തിച്ചോ, വിചാരിച്ചോ, അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിനെ കുറിച്ചും അതിന്റെ വിശേഷണങ്ങളും അവിടുത്തെ നിഅമത്തുകളും നിരന്തരം പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പൊ ആരാണെങ്കിലും സ്വർഗ്ഗത്തിനെ കുറിച്ച് അങ്ങനെ കേൾക്കുമ്പോൾ അതിൽ പ്രവേശിക്കാനും അത് ലഭിക്കാനും അത് കിട്ടാനും ആഗ്രഹമുണ്ടാകും. അപ്പൊ ചോദിക്കാണ്, അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് അനുഭവപ്പെട്ടതുപോലെ, അവർക്ക് സഹിക്കേണ്ടി വന്നതുപോലത്തെ ദുരിതങ്ങളൊന്നും പിടിപെടാതെ, കഷ്ടപ്പെടാതെ, യാതനകളൊന്നും സഹിക്കാതെ ക്ഷമിക്കാതെ സ്വർഗം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ? അള്ളാഹു ചോദിക്കാണ്. മസ്സത്തുഹുമുൽ ബഅസാഉ വല്ലറാഉ, ആ പറയുന്ന കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ പല ജാതി വിപത്തുകളും പല ദുരിതങ്ങളും ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളും ഉപദ്രവങ്ങളും അവർ പിടികൂടി. എത്രത്തോളം പിടികൂടി? വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്, ഭീഷണികളും പേടിപ്പെടുത്തലുകളും ദുരിതങ്ങളും വന്നിട്ട് അവരങ്ങനെ കിടുകിട വിറപ്പിക്കപ്പെട്ടു പേടിച്ചു. എന്നിട്ട് പ്രവാചകനും ആ പ്രവാചകന്റെ കൂടെ വിശ്വസിച്ച മുഅ്മിനീങ്ങളും പറയുമാർ, മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം? അതിന് മാത്രമുള്ള ദുരിതങ്ങൾ, അതിന് മാത്രമുള്ള പരീക്ഷണങ്ങൾ, ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ. റസൂലടക്കമുള്ളവർ ഒരുപാട് ക്ഷമയും ഒരുപാട് സഹനവും ഒരുപാട് സഹിക്കലും അതൊക്കെ ഉള്ള പ്രവാചകനും ആ പ്രവാചകന്റെ കൂടെയുള്ള ആളുകളും പറയുമായിരുന്നു, മതാ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ്? അള്ളാഹു പറയുന്നു, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അറിയുക അള്ളാഹുവിന്റെ സഹായം വളരെ അടുത്താണ്. ദുനിയാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ജീവിതമുള്ളൂ. ഇവിടുത്തെ പരീക്ഷണങ്ങൾ എന്നാണ് ഏത് നിമിഷം അത് നിൽക്കാവുന്നതേ ഉള്ളൂ, അവസാനിക്കാവുന്നതേ ഉള്ളൂ. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു പോയ സമുദായങ്ങൾക്കുണ്ടായ അനുഭവങ്ങളാണ്. ഇതേ ദുരിതം ബുദ്ധിമുട്ടും പരീക്ഷണങ്ങളൊന്നും വരാതെ ഒരു കഷ്ടപ്പാടില്ലാതെ നിങ്ങൾക്കൊക്കെ സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോ യഥാർത്ഥ ഒരു മുഅ്മിൻ എന്ത് മനസ്സിലാക്കി? നമുക്ക് പരീക്ഷണങ്ങൾ വരും. ഈ ആദർശത്തിൽ നമ്മൾ പോകുകയാണെങ്കിൽ പല ജാതി ദുരിതങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും എന്ന് അവർക്ക് ബോധ്യമുണ്ടായി സഹാബികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ക്ഷമിക്കാനും തയ്യാറായി. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറയാണ്, ആളുകൾ വിചാരിച്ചോ ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളായി എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാഹു തആല എല്ലാവരെയും നിങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോളി എന്ന് ഒഴിവാക്കും, ഒരു പരീക്ഷണവുമില്ലാതെ? ആരെങ്കിലും വിചാരിച്ചോ അങ്ങനെ? ഞങ്ങൾ മുഅ്മിനീങ്ങളായി, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങൾ തൗഹീദുള്ളവരാണ്, സുന്നത്തുള്ളവരാണ്, സലഫികളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ യാതൊരു പരീക്ഷണവും നേരിടാതെ അള്ളാഹു എല്ലാവരെയും ഒഴിവാക്കി ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആളുകൾ വിചാരിച്ചോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, എന്നാൽ അള്ളാഹുവിന്റെ സുന്നത്ത്, അള്ളാഹുവിന്റെ രീതി അങ്ങനെയല്ല. കഴിഞ്ഞു പോയ സമുദായങ്ങൾ മുഴുവനും നമ്മൾ പരീക്ഷണത്തിന് വിധേയമാക്കി. എന്നിട്ട് ഫലയഅലമന്നല്ലാഹു അല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ, ആരാണ് സത്യം പറഞ്ഞവര്, ആരാണ് കള്ളവാദം ആര് നടത്തി, നാമധാരികൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ് എന്നിങ്ങനെ പറഞ്ഞു അള്ളാഹു പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് അതിൽ സത്യം പറഞ്ഞ ആളുകൾ എന്ത് തന്നെ വന്നാലും ആദർശത്തിൽ അടിയുറച്ചു നിൽക്കും. നേരെ മറിച്ച് പുറത്തേക്ക് പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ വേണ്ടി പറഞ്ഞവരാണെങ്കിൽ പരീക്ഷണം വരുമ്പോൾ അവർ പിന്നോട്ടടിക്കും. അവർ അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നോട്ട് പോകും. ഇതുപോലത്തെ ആയത്തുകൾ ഇടക്കിടക്ക് ഈ പറയുന്ന സഹാബത്ത് അത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് അവർക്ക് കൃത്യതയുണ്ടായിരുന്നു. കമാ കാനത്തിൽ ആയാത്തു തെറുദ്ദു, അതേപോലെ തന്നെ മറ്റു ചില ആയത്തുകൾ ഖുർആനിൽ കൂടെ ഇറങ്ങുന്നത് തെറുദ്ദു അലാ ഇറാദാത്തിൽ കുഫാരി വൽ മുആദീന റദ്ദൻ മുഫ്ഹമ റദ്ദൻ മുഫ്ഹിമ, മറ്റുള്ള ആളുകളെ വായ അടക്കുന്ന, ശത്രുക്കളുടെ വായ അടക്കുന്ന നിലക്കുള്ള മറുപടികൾ. അവരെന്തെങ്കിലും സംശയങ്ങളോ കാര്യം ഇവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പരിഹസിക്കലുണ്ടായിരുന്നു. പ്രവാചകനാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് വലിയ സമ്പത്തില്ല, എന്തുകൊണ്ട് സ്വർണത്തിന്റെ വെള്ളിന്റെ പർവ്വതങ്ങൾ ഇദ്ദേഹത്തിന്റെ പിന്നിൽ നടക്കുന്നില്ല, വലിയ വലിയ തോട്ടങ്ങളും കാര്യങ്ങളും മക്കയിൽ ഇദ്ദേഹത്തിന് നൽകുന്നില്ല, ഇദ്ദേഹം പറയുന്നത് പോലെ കാര്യങ്ങൾ എന്തുകൊണ്ട് അള്ളാഹു നടത്തിക്കൊടുക്കും, പല നിലക്കുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ മറുപടിയായിട്ട് ആയത്തുകളിൽ കൂടെ അള്ളാഹു തആല മറുപടി നൽകുമായിരുന്നു. വലാ തബ്ഖാ ലഹും ഹീലത്തുൻ, ശത്രുക്കൾക്ക് ഒരു കൗശലവും ഇവരെ പരാജയപ്പെടുത്താൻ ഇല്ലാതിരിക്കുമാർ.
ثم تحذرهم مرة عن عواقب وخيمة إن أصروا على غيهم وعنادهم. ശത്രുക്കളോട് അവരവരുടെ ആ ശത്രുതയിലും ഈ ദീൻ സ്വീകരിക്കാതെ പോയാൽ അതികഠിനമായ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നുള്ള താക്കീതുകൾ ഖുർആനിലുണ്ടായിരുന്നു. ഫീ ജലാഇൻ വവുളൂഹിൻ, വ്യക്തമായ നിലക്ക് തന്നെ, വളരെ വിശദമായ നിലക്കും വ്യക്തമായ നിലക്കും. അള്ളാഹു കഴിഞ്ഞു പോയ സമുദായങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് എതിരായി ദഅവത്ത് സ്വീകരിക്കാത്ത കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ആളുകൾ മറ്റുള്ളവരെ എന്തു ചെയ്തു? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങളുടെ ചരിത്രം, അതേപോലെ തന്നെ ആദ് സമൂദിന്റെ ചരിത്രങ്ങൾ, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, ഫിർഔൻ, അടുത്ത കാലത്ത് മൂസാ നബിയുടെ ഒരു ശത്രുത കാണിച്ചിരുന്ന ഫിർഔൻ, മിസ്രിലുണ്ടായിരുന്ന ആ മനുഷ്യന്റെ ചരിത്രം, അവരൊക്കെ എന്ത് സംഭവിച്ചു? പ്രവാചകന്മാരോട് മത്സരിച്ച് അവരോട് ശത്രുത കാണിച്ച് അവർ കൊണ്ടുവന്ന ദീൻ സ്വീകരിക്കാതെ വന്നപ്പോൾ അവർക്ക് എന്തു വന്നു? ഇതുപോലത്തെ ചരിത്രങ്ങളും ഖുർആനിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനെ കേൾപ്പിച്ചറിയിക്കലുണ്ടായിരുന്നു. സഹാബത്തിന് ദീനിൽ അടിയുറച്ചു നിൽക്കാനും ദീൻ സ്വീകരിക്കാത്ത ശത്രുക്കൾക്ക് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഭവിഷ്യത്ത് എന്തായിരിക്കും, അവരുടെ അന്ത്യം എന്തായിരിക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചിരുന്നു. വശവാഹിദു അത്താരിഖ്, ചരിത്രപരമായ തെളിവുകൾ, തദുല്ലു അലാ സുന്നത്തില്ലാഹി ഫീ ഔലിയാഇഹി വഅഅദാഇ, അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ച അവന്റെ ഔലിയാക്കൾക്ക് എന്ത് സംഭവിച്ചു ഈ ലോകത്ത്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ശത്രുക്കളായ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അവസാനം എന്ത് സംഭവിച്ചു? വിജയിച്ചോ? അവര് മുന്നേറിയോ? അതല്ല പരാജയമാണോ? ഈ ചരിത്ര സത്യങ്ങൾ ഖുർആനിൽ കൂടെ അള്ളാഹുവിൽ അവതരിപ്പിക്കുമായിരുന്നു. വതുലത്തിഫുഹും മർറത്തൻ, ചില സമയത്ത് സഹാബത്തിന് അള്ളാഹു സമാധാനിപ്പിച്ചുകൊണ്ട് മയം കാണിക്കുമായിരുന്നു. വതുഅദ്ദി ഹഖ്ഖ അത്തഫഹുമി വൽ ഇർഷാദി വതൗജീഹി ഹത്താ യൻസരിഫു അമ്മാ ഹും ഫീഹി മിനൽ ളലാലി വൽ. അതേപോലെ ശത്രുക്കളോടും അള്ളാഹു മയം കാണിക്കുമായിരുന്നു. സത്യനിഷേധികളെ, നിങ്ങൾ തൗബ ചെയ്യാനും പശ്ചാത്തപിക്കാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞ ആ രീതി ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ വകാനൽ ഖുർആൻ യസീറു ബിൽ മുസ്ലിമീന ഫി ആലമിൻ ആഖർ, പരിശുദ്ധ ഖുർആൻ മറ്റൊരു ലോകത്ത് കൂടെയായിരുന്നു മുസ്ലിമീങ്ങളെ കൊണ്ട് സഞ്ചരിച്ചിരുന്നത്. ഇവിടെ ദുന്യാവിൽ ഈ പറയുന്ന പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടെങ്കിലും ദീൻ സ്വീകരിച്ച് അതിൽ നിലനിന്നു പോയാൽ അവർക്ക് ലഭിക്കാനുള്ള പ്രതിഫലങ്ങളും ആദരവുകളും ഈ ലോകത്തും പരലോകത്തും അവർക്ക് നേടാനുള്ള സ്ഥാനമാനങ്ങളും കൊണ്ട് അവരിങ്ങോട്ട് മറ്റൊരു ലോകത്തായിരുന്നു സഞ്ചരിച്ചിരുന്നത്. വൈബസ്സിറുഹും മിൻ മശാഹിദിൽ കൗനി വജമാലിർ റുബൂബിയ്യത്തി, ഈ ലോകത്തുള്ള തെളിവുകൾ, അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ അഴക്, അവൻ സൃഷ്ടാവാണ്, അള്ളാഹുവാണ്, രാജാതിരാജനായ ഉടമ അള്ളാഹുവാണ്, നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, അതിന്റെ അഴകുകൾ. വകമാലിൽ ഉലൂഹിയത്തി, ആരാധനക്കർഹൻ പൂർണ്ണമായ നിലക്ക് അള്ളാഹുവാണ് എന്നുള്ളതിന്റെ തെളിവുകൾ. വആസാരി റഹ്മത്തി വറഅഫ, അള്ളാഹുവിന്റെ അടിമകളോട് വളരെയധികം കരുണ ചെയ്യുന്നുണ്ട്, വാത്സല്യം കാണിക്കുന്നുണ്ട്, അതിന്റെ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ. ഇങ്ങനെ വതജല്ലിയാത്തിർ റിദ്വാനി മാ യഹ്നൂന ഇലൈഹി ഹനീനൻ ലാ യഖൂമു ലഹു അയ്യു അഖബ, അള്ളാഹുവിന്റെ റഹ്മത്തും അവന്റെ ആദരവും അള്ളാഹുവിന്റെ ഈ ദയയും വാത്സല്യവും അവന്റെ പൊരുത്തവും അതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളിവിടെ കുറച്ചൊക്കെ കഷ്ടപ്പെടേണ്ടി വരും, കുറച്ചൊക്കെ സഹിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും, എന്ത് തടസ്സങ്ങൾ വന്നാലും നേരിടേണ്ടി വരും എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന നിലക്ക്. വകാനത്ത് ഫീ തയ്യി ഹാദിഹിൽ ആയാത്തി ഖിതാബാത്തുൽ ലിൽ മുസ്ലിമീൻ, ഈ ആയത്തുകൾ, ആ അധ്യാപനങ്ങളിൽ അതിന്റെ ഇടയിൽ മുസ്ലിമീങ്ങളോടുള്ള സംഭാഷണം. യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻഹു വറിദ്വാൻ, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യും എന്ന സന്തോഷവാർത്ത, അള്ളാഹു അവരെ തൃപ്തിപ്പെടും എന്നുള്ള സന്തോഷവാർത്ത. വജന്നാത്തിൻ ലഹും ഫീഹാ നഈമുൻ മുഖീം, ഈ ആദർശത്തിൽ അടിയുറച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ കാലാകാലത്തെ സ്വർഗത്തിലുള്ള ആ സുഖവും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള സന്തോഷവാർത്ത ഉണ്ടായിരുന്നു. വതുസവ്വിറു ലഹും സൂറത്തൻ അഅദാഇഹിം മിനൽ കഫറത്തി അത്തുഗാത്തി അൽവാലിമീൻ, അതിന്റെ നേരെ വിപരീതമായി അള്ളാഹുവിന്റെ ശത്രുക്കളായ പാപികളായ ആളുകൾ, അള്ളാഹു അവരെ വിചാരണ ചെയ്യുന്നതും ഖിയാമത്ത് നാളിൽ അവരെ നരകത്തിലേക്ക് തെളിക്കപ്പെടുന്നതും നിന്ദരായിട്ട് അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും അതും അള്ളാഹു സുബ്ഹാനഹു വ തആല ആയാത്തുകളിൽ കൂടെ വിവരിച്ചിരുന്നു. യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ, സത്യനിഷേധികളെ നരകത്തിലുള്ള ആ തീയിൽ കൂടെ വലിക്കപ്പെടും, അവരുടെ മുഖങ്ങൾ കൂടെ വലിക്കപ്പെടും. എന്നിട്ട് സഖർ എന്ന് പറയുന്ന നരകത്തിലുള്ള ശിക്ഷകൾ നിങ്ങൾ ആസ്വദിക്കുക എന്ന് പറയുന്ന ഭീഷണികൾ അവരോടുണ്ടാകും. ഈ രണ്ട് കാര്യങ്ങൾ, ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ ദീന് സ്വീകരിച്ച് ആദർശത്തിൽ അടിയുറച്ചു നിന്നാൽ അവർക്കുള്ള ബഹുമാനവും ആദരവും അവർക്കുള്ള സമാധാനവും പ്രതിഫലങ്ങളും, മറുഭാഗത്ത് അള്ളാഹുവിന്റെ ദീന് സ്വീകരിക്കാതെ ധിക്കാരികളായി ശത്രുക്കളായി മാറിയാൽ ഈ ലോകത്തും പരലോകത്തുമുള്ള അധപ്പതനങ്ങളും ശിക്ഷകളും. ഇതൊക്കെ ഖുർആനിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിന്റെ ബഹുമാനും ആദരവും തൃപ്തിയും റഹ്മത്തും
മരണത്തിന്റെ ശേഷം കാലാകാലത്ത് അനുഗ്രഹമായി സ്വർഗം അത് ലഭിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന ദുരിതങ്ങൾ, ഇവിടെ വരുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ തയ്യാറാകും, പ്രേരണയാകും. നേരെ മറിച്ച് സത്യനിഷേധികളായ കുഫാറുകളായ ആളുകൾ അത് വില കൽപ്പിക്കാതെ, ചെവി കൊടുക്കാതെ ഈ ലോകത്തും പരലോകത്തും അവർ പരാജയപ്പെടും. പിന്നെ അൽ ബിഷാറാത്ത് ബിൻ നജാഹി, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ദീനുൽ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അവർക്ക് വിജയമുണ്ടാകും, അവർക്ക് രക്ഷയുണ്ടാകും എന്ന് പറയുന്ന സന്തോഷ വാർത്തകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. വമാ ഹാദാ കുല്ലിഹി, ഈ പറയുന്ന ദുരിതങ്ങളൊക്കെ ഉണ്ടായതിനോട് കൂടെ കാനൽ മുസ്ലിമൂന യഅരിഫൂൻ, മുസ്ലിമീങ്ങൾ കൃത്യമായി അറിയുമായിരുന്നു, മുൻദു അവ്വലി യൗമിൻ ലാഖു ഫീഹി അശ്ദത വൽ ഇൽതിഹാദ്, പീഡനങ്ങളും കഷ്ടപ്പാടുകളും അവർ നേരിട്ട ആദ്യ ദിവസം മുതൽ തന്നെ. ബൽ എന്ന് മാത്രമല്ല, വമിൻ ഖബലിഹി, ഈ ദുരിതങ്ങൾ വരുന്നതിന്റെ മുമ്പ്, ഇസ്ലാമിലേക്ക് വന്ന ഉടനെ തന്നെ, അന്നദ്ദുഖൂല ഫിൽ ഇസ്ലാമി ലൈസ മഅനാഹു ജറുൽ മസാഇബി വൽ ഹുതൂഫ്, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ദുരിതങ്ങളും യാതനകളും കൊണ്ടുവരിക എന്നുള്ളതല്ല. ബൽ ഇന്ന ദഅവത്തുൽ ഇസ്ലാമിയത, ദീനുൽ ഇസ്ലാമിന്റെ ഈ പ്രബോധനം എന്ന് പറയുന്നത്, തഹ്ദിഫു മുൻദു അവ്വലി യൗമിഹ, ആദ്യ ദിവസം മുതൽ തന്നെ ഇത് ലക്ഷ്യമാക്കുന്നത്, ഇലൽ ഖളാഇ അലൽ ജാഹിലിയത്തിൽ ജഹ്ല വ നിളാമിഹിൽ ഗാശിം, അക്രമപരമായ ഈ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങളെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഈ ഇസ്ലാമിന്റെ സ്വാധീനം, അതിന്റെ ആധിപത്യം, അധികാരം അത് ഈ ഭൂമിയിൽ അത് വരും. അങ്ങനെ വരുമ്പോൾ വസ്സൈത്തറത്തി അൽ മൗഖിഫി സിയാസി ഫിൽ ആലമി ലിതഖൂദൽ ഉമ്മത്തൽ ഇൻസാനിയത വൽ ജംഇയ്യത്തൽ ബശരിയത ഇലാ മർളാത്തിൻ, അല്ലാഹുവിന്റെ ദീന്, ഈ ദഅവത്ത് ഈ ഭൂമിയിൽ അത് പ്രചരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യ സമൂഹത്തിന് മുഴുവനും അള്ളാഹുവിന്റെ ദീനിലേക്കും അവന്റെ തൃപ്തിയിലേക്കും നയിക്കുക എന്നുള്ളതാണ് ഉണ്ടാവുക. സഹാബത്ത് ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവരെ സ്വീകരിക്കാനോ അവർക്ക് സംരക്ഷണം നൽകാനോ ആരുമില്ലായിരുന്നു. ആ സഹാബത്തിലുള്ള ബഹുഭൂരിഭാഗം ആളുകൾ മരിക്കുന്നതിന്റെ മുമ്പ് ഈ ദീനുൽ ഇസ്ലാം ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും, മശ്രിഖ് മഗ്രിബിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം, ഈ ദഅവത്ത് എത്തി. പല പ്രദേശങ്ങളും ദീനുൽ ഇസ്ലാമിന്റെ കീഴിൽ വന്നതിന്റെ ശേഷമാണ് അവർ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോകുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ, അള്ളാഹുവിന്റെ സഹായം, മക്ക മദീന പോലത്തെ പ്രദേശങ്ങൾ മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വന്ന് ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്ന ആ രംഗം അത് കണ്ടതിന്റെ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വഫാത്താകുന്നത്. മറ്റുള്ള സഹാബികൾ, അതിന്റെ ശേഷം വഫാത്തായവര്, ഈ ലോകത്ത് അന്നുണ്ടായിരുന്ന റോമക്കാരുടെ പ്രദേശങ്ങൾ, അതേപോലെ തന്നെ പേർഷ്യക്കാരുടെ പ്രദേശങ്ങൾ, ഭൂമിയുടെ വിശാലമായ ഭാഗങ്ങൾ ദീനുൽ ഇസ്ലാമിലേക്ക് വന്ന് ഈ ദഅവത്ത്, അതിന്റെ ആധിപത്യം മനുഷ്യ സമൂഹത്തിന്റെ മിക്കവാറും എല്ലാ മേഖലകളിലും എത്തിയത് കണ്ടതിന്റെ ശേഷമാണ് അവർ മരിച്ചു പിരിഞ്ഞു പോകുന്നത്. ഈ ഒരു പ്രതീക്ഷ, ഈ ഒരു വിജയം ഇസ്ലാമിലേക്ക് വന്ന ആദ്യ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിമീങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അത് അവരെ ഉണർത്തുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. വക്കാനിൽ ഖുർആൻ യൻസിലു ബിഹാദിഹിൽ ബിഷാറാത്ത്, ഈ സന്തോഷ വാർത്തകളുമായി പരിശുദ്ധ ഖുർആൻ അവതരിക്കലുണ്ടായിരുന്നു. മറത്തൻ ബിസ്സറാഹത്തി വ ഉഖ്റാ ബിൽ കിനായ, ചില സമയത്ത് വ്യക്തമായിട്ട് തന്നെ, ചില സമയത്ത് സൂചനകളും. ഫഫീ തിൽക അൽ ഫത്റാത്തിൽ ഖാസിമ അല്ലത്തി ളയ്യഖത്തിൽ അർളു അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ഈ ഭൂമി ഇടുങ്ങിക്കുടുങ്ങിയതായ ആ കാലഘട്ടത്തിൽ വകാദത്ത് തഖ്നിഖുഹും വതഖ്ലി അലാ ഹയാത്തി, മുസ്ലിമീങ്ങളെ ഏത് സമയം അത് കഴുത്ത് കൊടുക്കാനും ചങ്ക് കൊടുക്കാനും അവരെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് കാനത്ത് തൻസിലുൽ ആയാത്തു ബിമാ ജറാ ബൈനൽ അംബിയാ ഇസ്സാബിഖീൻ, കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും വബൈന അഖ്വാമിഹിം അല്ലദീന ഖാമൂ ബിതക്ദീബിഹിം വൽ കുഫ്രി ബിഹിം, ആ പ്രവാചകന്മാരെ കളവാക്കി അവിശ്വസിച്ച് അവരെ പ്രയാസപ്പെടുത്തിയിരുന്ന ആ ജനങ്ങളുടെയും ഇടയിലുണ്ടായിരുന്ന സംഭവങ്ങൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ കൂടെ ഇറക്കലുണ്ടായിരുന്നു. സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സത്യനിഷേധികളായ ആളുകൾ പ്രവാചകന്മാരോട് പറയും, എന്താണ്, വഖാല അല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ പുറത്താക്കും, പ്രവാചകന്മാരോടും മുഅ്മിനീങ്ങളോടും, അതല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ആദർശത്തിലേക്ക് മടങ്ങി വരണം, ഔ ലതഊദുന്ന ഫീ മില്ലത്തിന എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഫഔഹാ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലികന്നൽ-ളാലിമീൻ, അപ്പോൾ അള്ളാഹു ഈ ആപൽകരമായ ഇതുപോലത്തെ ഭീഷണികൾ ശത്രുക്കൾ നേരിടുന്ന സമയത്ത് പ്രവാചകന്മാരിലേക്ക് അള്ളാഹുവിന്റെ സന്ദേശം, ഫഔഹാ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലികന്നൽ-ളാലിമീൻ,
നിശ്ചയം അക്രമികളായ ആളുകളെ നാം നശിപ്പിക്കും. വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം, അവരുടെ ശേഷം ഈ ഭൂമിയിൽ പ്രവാചകരെ നിങ്ങളെയും നിങ്ങളുടെ കൂടെയുള്ള മുഅ്മിനീങ്ങളെയും നമ്മൾ പാർപ്പിക്കും. ഇതുപോലത്തെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഈ മുസ്ലിമീങ്ങൾ പാഠം ഉൾക്കൊള്ളുമായിരുന്നു. ഇതേ അനുഭവം തന്നെയാണ് നമുക്കും വരാനുള്ളത്. ഇന്ന് ശത്രുക്കളെ നമ്മളെ ഭീഷണിപ്പെടുത്തി നാട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശത്രുക്കളെ നശിപ്പിക്കുകയും നമുക്ക് ഈ ഭൂമിയിൽ സമാധാനത്തോടുകൂടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹുവിന്റെ ദീന് ദഅവത്ത് നടത്തി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് മുന്നോട്ട് പോകാനുള്ള സംവിധാനം അള്ളാഹു ഒരുക്കി തരും എന്ന് പറയുന്ന ഈ വിജയത്തിന്റെ പ്രതീക്ഷകൾ അവർക്ക് എന്തെന്നില്ലാത്ത ഈ ആദർശത്തിൽ അടിയറച്ചു പോകാൻ ഒരു പ്രേരണ നൽകിയിരുന്നു എന്ന് ചുരുക്കത്തിൽ. വക്കാനത്ത് ഇസ്തമിലു ഹാദിഹിൽ ആയാത്തു, ഈ ആയത്തുകളിലുണ്ടായിരുന്നു അലാ ദിക്രിൽ അഹ്വാലില്ലത്തി തുതാബിഖു തമാമൻ അഹ്വാല മുസ്ലിമി മക്ക വ കുഫാരിഹ, കളെയും അവസ്ഥ എന്താണോ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നതായിരുന്നു കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥ. ഫിർഔൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ബനൂ ഇസ്രായേലിനെയും മിസ്റിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടാണ് നൈൽ നദിയുടെ ഭാഗത്തേക്ക് അവരെ ആട്ടിക്കൊണ്ടുവരുന്നത്. അവിടെ പ്രവാചകനും തന്റെ കൂടെയുണ്ടായിരുന്ന ബനൂ ഇസ്രായേലും അള്ളാഹു രക്ഷ കൊടുക്കുക ചെയ്തത്. അപ്പൊ ഇതുപോലത്തെ ആയത്തുകൾ ഇസ്ലാമിന്റെ പ്രവാചകന്മാരുടെ ശത്രുക്കളായി നിന്ന ആളുകൾക്കുള്ള പരാജയങ്ങളെക്കുറിച്ചും മുസ്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അന്തിമമായ വിജയം അവർക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞു പോയ സമുദായങ്ങളൊക്കെ അള്ളാഹുവിന്റെ രീതി അങ്ങനെയായിരുന്നു എന്ന് പറയുന്ന അതിലേക്ക് സൂചന നൽകുന്ന ആയത്തുകൾ നിരന്തരം ഇറങ്ങുമ്പോൾ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ രക്ഷയുണ്ടാകും, വിജയമുണ്ടാകും എന്ന് പറയുന്ന പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് ഇറക്കിക്കൊടുത്ത ചില ആയത്തുകൾ, വലഖദ് സബഖത് കലിമത്തുനാ ലിഇബാദിനൽ മുർസലീൻ, നമ്മുടെ പ്രവാചകന്മാരായ അടിമകൾ, ആ അടിമകൾക്കാണ് വിജയം എന്ന് പറയുന്ന നമ്മുടെ വചനങ്ങൾ അത് മുൻകടന്നു പോയിട്ടുണ്ട്. ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ, പ്രവാചകന്മാരും അവരെ കൂടെയുള്ള ആളുകളുമായിരിക്കും സഹായം ലഭിക്കുന്നവർ. വ ഇന്ന ജുന്ദനാ ലഹുമുൽ ഗാലിബൂൻ, നമ്മുടെ സൈന്യങ്ങൾ അവരാണ് വിജയിക്കുക. ഈ ആയത്തുകൾ സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ, എത്ര വലിയ സൈന്യങ്ങളാണെങ്കിലും അവർ പരാജയപ്പെട്ടു പോകും, അവർ പിന്തിരിഞ്ഞോടും. ചില ആയത്തുകൾ അതേപോലെ അല്ലദീന ഹാജറൂ ഫില്ലാഹി മിൻ ബഅദി മാ ളുലിമു, സ്വന്തം നാട്ടില് അക്രമങ്ങളും അതിക്രമങ്ങളും നേരിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയ ആളുകളാണെങ്കിൽ ലനുബവ്വി അന്നഹും ഫിദ്ദുന്യാ ഹസന, ദുന്യാവിൽ അവർക്ക് നമ്മൾ പാർപ്പിടങ്ങളും സുരക്ഷയും ഒരുക്കും. വല അജ്റുൽ ആഖിറത്തി അക്ബർ, പരലോകത്തുള്ള പ്രതിഫലം അത് മഹത്തരമായതാകുന്നു. ലൗ കാനൂ യഅലമൂൻ, അവർ അറിയുന്നവരാണെങ്കിൽ. ഇങ്ങനെ പല ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അവർ റസൂലിനോട് വെല്ലുവിളിയായിട്ട് ചോദിച്ചിരുന്നു. ബനൂ ഇസ്രായേലിന്റെ അടുത്തൊക്കെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സഹോദരന്മാരുടെ ചരിത്രം സുപരിചിതമായിരുന്നു. അപ്പൊ അത് റസൂലിന് അറിയോ എന്ന് അറിയാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടി മുശ്രിക്കീങ്ങൾ അത് ചോദിച്ചിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫ് ഇറക്കി കൊടുത്തു. സൂറത്ത് യൂസുഫിൽ എന്താണുള്ളത്? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തിനെ കിണറ്റിൽ കൊണ്ടുപോയിടുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവമാണ്. പക്ഷെ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ആ പ്രവാചകനെ ഉയർത്തുകയും രാജാവാക്കുകയും അദ്ദേഹത്തിന് ഭൗതികമായ നേതൃത്വങ്ങളും അധികാരങ്ങളും ആധിപത്യം നൽകുകയും അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു സമയത്ത് അദ്ദേഹത്തിനെ കഷ്ടപ്പെടുത്തിയ സഹോദരങ്ങൾ പാവങ്ങളായി കയ്യും നീട്ടി വരുന്ന ദയനീയമായ അവസ്ഥ, അതാണ് സൂറത്ത് യൂസുഫിലുള്ളത്. ഇതേപോലത്തെ അവസ്ഥകൾ ഈ പറയുന്ന മുശ്രിക്കീങ്ങളായ നിങ്ങൾക്കും വരാൻ പോകുന്നു എന്നുള്ള സൂചനകൾ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമുക്ക് ഈ ആദർശത്തിൽ അടിയുറച്ചു നിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു നമുക്ക് വിജയം തരും, അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകും എന്നുള്ള അതിയായ പ്രതീക്ഷയുണ്ടായിരുന്നു. അതും തന്നെ ആദർശത്തിൽ അടിയുറച്ച് നിലനിന്ന് പോകാൻ അവർക്ക് പ്രേരണയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരിക്കൽ ഖബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു അൻഹു വന്നൊരു സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയാണ്, അതേതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരിക്കൽ പ്രവാചകന്റെ അടുത്ത് ചെന്നു. വഹുവ മുതവസ്സിദുൻ ബുർദഹു, റസൂൽ തന്റെ ഒരു കരിമ്പടം അത് തലയണ വെച്ചുകൊണ്ട് കിടക്കുകയാണ്. വഹുവ ഫി ളിൽ കഅബ, കഅബ ഷരീഫിന്റെ നിഴലിൽ. മക്ക കാലഘട്ടത്തിൽ പ്രവാചകനെയും തന്റെ അനുചരന്മാരെയും മുസ്ലിമീങ്ങളെയും മുശ്രിക്കീങ്ങൾ കഠിനമായി ഉപദ്രവിക്കുന്ന കാലഘട്ടത്തിലാണ്. വഖദ് ലഖീനാ മിനൽ മുശ്രിക്കീന ശിദ്ദ, മുശ്രിക്കീങ്ങൾ കഠിനമായ ഉപദ്രവങ്ങൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഫഖുൽത്ത്,
അങ്ങനെ ഞാൻ പ്രവാചകന്റെ അടുത്ത് ചെന്നിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പ്രവാചകനോട് പറഞ്ഞു, അലാ തദ്ഉല്ലാഹ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണില്ലേ? ഈ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ, ഈ യാതനകളും കഷ്ടപ്പാടുകളൊന്നും മാറിക്കിട്ടാൻ പ്രവാചകരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണില്ലേ? ഇതാ ചോദിച്ചു. അപ്പൊ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖഅദ, റസൂൽ കടക്കുന്നിടത്തുനിന്ന് എണീറ്റിരുന്നു. വഹുവ മുഹമ്മറുൻ വജ്ഹു, പ്രവാചകന്റെ മുഖം ചുവന്ന് തുടുത്തുകൊണ്ട്. ഫഖാല, എന്നിട്ട് അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, ലഖദ് കാന മൻ ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങൾ മുഅ്മിനീങ്ങൾ മുവഹ്ഹിദീങ്ങളായിരുന്നു. ലയുംശത്തു ബിമിഷാത്തിൽ ഹദീദ്, ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് അവന്റെ ശരീരത്തിലെ വാരപ്പെടുമായിരുന്നു. മാദൂന ഇളാമിഹി മിൻ ലഹ്മിൻ വഅസബിൻ, അവന്റെ എല്ലിന്റെ ഇടയിൽ നിന്ന് മാംസത്തെയും അവന്റെ നാഡികളെയും അത് മുഴുവനും ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് വാരിയിട്ട് അതുകൊണ്ട് വാർന്നിട്ട് അവനെ ആക്രമിക്കപ്പെടുമായിരുന്നു ജീവനോടെ. മാ യസ്രിഫുഹു അദാലിക അൻ ദീനിഹി, ഇത്തരം കൊടിയ പീഡനങ്ങൾ സഹിച്ചിട്ടുകൂടി അവന്റെ ആദർശത്തിൽ നിന്ന് അതവനെ തിരിക്കുകയില്ലായിരുന്നു. കഠിനമായിട്ട് ജീവനുള്ളൊരു മനുഷ്യനെ ഇരുമ്പിന്റെ കൊക്കുകൾ കൊണ്ട്, കൊളുത്തുകൾ കൊണ്ട് അവന്റെ മാംസവും അവന്റെ നാഡിയും മറ്റുള്ള സാധനങ്ങൾ എല്ലെല്ലാത്തതിനും വാർന്നിട്ട് അവനെ ആക്രമിക്കപ്പെടുമായിരുന്നു. അതേപോലെ മിൻ ലഹ്മിൻ വഅസബിൻ മാ യസ്രിഫുഹു ദാലിക അൻ ദീനിഹി, അവന്റെ ദീനിൽ നിന്ന് ഈ പറയുന്ന കൊടിയ ഈ പീഡനങ്ങൾ അവനെ തിരിക്കൽ, ആദർശത്തിൽ അടിയുറച്ചു നിൽക്കും, ക്ഷമിച്ചു നിൽക്കും. വലയുത്തിമ്മന്നല്ലാഹു ഹാദൽ അമർ, നിങ്ങൾക്ക് അത്തരമൊന്നും പ്രയാസങ്ങൾ ഇപ്പൊ നേരിട്ടിട്ടില്ലല്ലോ. അതാ റസൂൽ പറഞ്ഞു, വലയുത്തിമ്മന്നല്ലാഹു ഹാദൽ അമർ, ഈ ആദർശം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാകിബു മിൻ സൻആ ഇലാ ഹളറമൗത്ത്, യമനിലുള്ള സൻആ പട്ടണത്തിൽ നിന്ന് ഒരുപാട് ദൂരമുള്ള ഹളറമൗത്തിലേക്ക് ഒരു യാത്രക്കാരൻ സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക്, മാ യഖാഫു ഇല്ലല്ലാഹ വദ്ദിബ അലാ ഗനമിഹി, അവനൊരാളെയും ഭയപ്പെടാതെ, കൊള്ളക്കാരോ കള്ളന്മാരോ ശത്രുക്കളോ ആദർശത്തിന്റെ പേരിലുള്ള എതിരാളികളോ ആരും അവർ ഭയപ്പെടേണ്ടി വരില്ല. അള്ളാഹുവിനെ ഭയപ്പെടാം, അതേപോലെ അവന്റെ ആടുകളെ ചെന്നായ പിടിക്കുവതില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കൃത്യമായിട്ട് പറയുമ്പോൾ ഇന്ന് ഈ പ്രയാസങ്ങളും ദുരിതങ്ങളാണെങ്കിലും ഇൻഷാ അള്ളാഹ് കുറച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ മാറ്റങ്ങൾ വരും, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമാധാനം തരും എന്ന് സഹാബത്തിന് കൃത്യമായി അറിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര വലിയ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും അതിൽ അടിയുറച്ച് ക്ഷമിച്ചു നിൽക്കാൻ അതവർക്ക് പ്രേരണയായിരുന്നു. അതിന്റെ പുറമെ വീണ്ടും ഹാദാ വലം യസലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഗദ്ദി അർവാഹഹും ബിറഗാഇബിൽ ഈമാൻ, മുഅ്മിനീങ്ങളായാൽ യഥാർത്ഥ ആദർശം ഈമാനും അത് ലഭിച്ചാൽ അതിന്റെ പ്രതിഫലങ്ങളും അതിന്റെ ആദരവുകളും പലതും പറഞ്ഞുകൊണ്ട് മുഅ്മിനീങ്ങളുടെ റൂഹുകളെ, ആത്മാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വളർത്തിക്കൊണ്ടുവരുമായിരുന്നു. വയുസക്കി നുഫൂസഹും ബിതഅലീമിൽ ഹിക്മത്തി വൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പാരായണം ചെയ്തു കൊടുത്ത്, അതേപോലെ പ്രവാചകന്റെ അധ്യാപനങ്ങളായ സുന്നത്തുകൾ ഹദീസുകളിൽ കൂടെ അവിടുത്തെ അധ്യാപനങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ പരിശുദ്ധരാക്കി പരിഷ്കരിച്ചു കൊണ്ടുവരുമായിരുന്നു. വയുറബ്ബിഹിം തർബിയത്തൻ ദഖീഖതൻ അമീഖ, ആദർശത്തിലുള്ള വളരെ ആഴത്തിലുള്ള വളരെ സൂക്ഷ്മമായ നിലക്ക് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ വളർത്തി കൊണ്ടുവരലുണ്ടായിരുന്നു. യഹ്ദൂ ബിനുഫൂസിഹിം ഇലാ മനാസിൽ സുമുബിറുഹ, ആത്മീയമായ ഒരു ഉയർച്ച അവർക്ക് ലഭിക്കാൻ, അതിന്റെ പദവികൾ ലഭിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രേരണയാകുന്ന, അതേപോലെ വനഖാഇൽ ഖൽബ്, ഹൃദയത്തിന്റെ ശുദ്ധി, വനവാഫത്തിൽ ഖുലുഖി, സ്വഭാവത്തിന്റെ വൃത്തി, വത്തഹറുരി മിൻ സുൽത്താനിൽ മാദിയാത്തി, ഈ പറയുന്ന ഭൗതികതയുടെ ആധിപത്യം, അതിന്റെ സ്വാധീനത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന നിലക്ക്, വൽ മുഖാവമത്തിൽ ഷഹവാത്തി, മാനസികമായ ശാരീരികമായ അവരുടെ ദേഹ ഇച്ഛകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന നിലക്ക്, വൻ നുസൂഇ ഇലാ റബ്ബിൽ അർളി വസ്സമാവാത്ത്, അവരുടെ ചിന്തകളും ബോധങ്ങളും ലക്ഷ്യങ്ങളും അള്ളാഹുവിലേക്കാക്കുന്ന നിലക്ക്, അതിലേക്ക് ചായുന്ന നിലക്കുള്ള തർബിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നടത്തിയിരുന്നു. വയുദ്കി ജംറത ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ ആ തീക്കണലുകളെ അതിനെ ജ്വലിപ്പിക്കുന്ന, വയുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന്, കുഫ്റിന്റെയും ശിർക്കിന്റെയും പാപങ്ങളുടെയും ഇരുളുകളിൽ നിന്ന് ഹിദായത്തിന്റെയും തൗഹീദിന്റെയും സുന്നത്തിന്റെയും പ്രകാശത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന നിലക്ക്, വയഖുദുഹും ബിസ്സുബരി അലൽ അദ, കഷ്ടപ്പാടുകളും യാതന ബുദ്ധിമുട്ടുകളും എത്രയുണ്ടെങ്കിലും ക്ഷമിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന, വസ്വഫഹിൽ ജമീൽ, നല്ല നിലക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ, വഖഹരിൻ നഫ്സി, മനസ്സിനെയും ശരീരത്തിനും നിയന്ത്രിക്കാൻ, ഫസ്ദാദു
റുസൂഖൻ ഫിദ്ദീൻ, അതുകൊണ്ട് തന്നെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ അതിലുള്ള ഒരു വർധനവ്, മാനസികമായ വർധനവ് അവർക്ക് ലഭിച്ചു. അസൂഫൻ അനിഷഹവാത്ത്, വൈകാരികതകളിൽ നിന്ന് അതിൽ മാറി നിൽക്കാൻ, ദുന്യവിയായ ഓരോരോ ആഗ്രഹങ്ങൾ, സാമ്പത്തികമായ ശാരീരികമായ ദുന്യവിയായ ലക്ഷ്യങ്ങൾ മാറി നിന്ന് അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ട് ലക്ഷ്യം വെക്കാൻ പറ്റുന്ന മാനസികമായ അവസ്ഥ. വതഫാനിയൻ ഫീ സബീലിൽ മർളാത്തി, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ഏത് നിലക്കും അതിനുവേണ്ടി ത്യാഗം ചെയ്യാൻ. വഹനീനൻ ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക് അവർക്ക് ആഗ്രഹമുണ്ടാക്കുന്ന. വഹിർസൻ അലൽ ഇൽമി വഫിഖ്ഹൻ ഫിദ്ദീൻ, ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാനും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ അത് പഠിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹവും അത്യാഗ്രഹവും. മുഹാസബത്തൽ ലിന്നഫ്സി, സ്വന്തം ശരീരത്തിന് സദാസമയം വിചാരണ ചെയ്യാനും. വഖഹ്റൻ ലിന്നസ്ആത്തി വഗലബത്തിൻ അലൽ അവാതിഫ്, ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നിയന്ത്രിച്ച് മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധീകരിക്കാൻ പറ്റുന്ന നിലക്കുള്ള പ്രവാചകന്റെ തർബിയത്ത് അവർക്ക് ലഭിച്ചിരുന്നു. ചുരുക്കത്തിൽ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസവും പരലോകത്തിനെ കുറിച്ചുള്ള ബോധവും അത് വെച്ചു പുലർത്തുകയും ചെയ്താൽ ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന ആരാണെങ്കിലും അവർക്ക് ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അടിയുറച്ചു പോകാൻ അത് പ്രേരണയായി ലഭിക്കും. ഏത് പരീക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് നൽകുന്ന പാഠങ്ങളും അധ്യാപനങ്ങളും ശരിക്കും ചിന്തിച്ചുകൊണ്ട് അത് പഠിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ അത് ഉറ്റാലോചിച്ച് ജീവിതത്തിൽ പകർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, പ്രവാചകന്റെ അനുയായികളുടെ ചരിത്രം, ഇതുപോലത്തത് കേൾക്കുക, പഠിക്കുക, അതൊക്കെ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു പോകാൻ അന്നും ഇന്നും അത് നമുക്ക് പ്രേരണയാവുകയും സഹായകരമാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ നിലക്കുള്ളൊരു വിശകലനം, സഹാബത്ത് ഇത്തരത്തോളം പ്രയാസങ്ങൾ സഹിച്ചിട്ടുകൂടി ഈ ആദർശത്തിൽ അടിയുറച്ചു പോകാൻ അവർക്ക് പ്രേരണയായ ഈ കാര്യങ്ങൾ, അതിലേറ്റവും ആദ്യം പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലത്തെ നല്ല ഒരു നേതൃത്വം, ശർഈയായ ഇൽമു പഠിച്ച സത്യസന്ധരും വിശ്വസ്തരുമായ നല്ല പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുമായുള്ള സഹവാസങ്ങൾ, നല്ല ആളുകളുമായുള്ള സുഹബത്ത്, അത് അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രേരണയാകും. അതേപോലെ പരലോക വിശ്വാസം കൂടുതൽ കൂടുതൽ അതിനെക്കുറിച്ച് ആയാത്തുകളിലും ഹദീസുകളിലും വന്നത് കേൾക്കുക, പഠിക്കുക, പരലോകത്തിനെ കുറിച്ച് വന്നത് ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുക. ദുന്യാവിനെക്കുറിച്ചുള്ള വിരക്തിയും ഈ ദുന്യവിയായ ജീവിതവും ഇവയുള്ള ആർഭാടങ്ങളും ആഡംബരങ്ങളും അത് നശ്വരമാണ് എന്ന് കൃത്യമായ ഒരു മനസ്സിലാക്കൽ, ഇതേപോലത്തെ കാര്യങ്ങൾ നമുക്കും നമ്മുടെ ആദർശത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ സഹായകരമാകും. ഷെയ്ഖ് റഹിമഹുല്ല ഈ പറഞ്ഞ വിശകലനത്തിൽ നിന്ന് അതാണ് നമുക്കുള്ള പാഠങ്ങൾ. അതുകൊണ്ട് ആ വിഷയങ്ങളാണ് നമ്മൾ പ്രാധാന്യത്തോടുകൂടെ കാണുകയും ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദർസുകളിൽ വെച്ച് നമുക്ക് തുടർന്ന് പറയാം ഇൻഷാ അല്ലാഹ്. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.